ഇന്നത്തെ പോളിസിയൊക്കെ വേറെയാണ്. മക്കളെ ഒരു മതവും പഠിപ്പിക്കരുത്, ഒരു വിശ്വാസവും പഠിപ്പിക്കരുത്. അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവരായിട്ട് അവർക്കുള്ള മതം തിരഞ്ഞെടുക്കട്ടെ. മതമാണെങ്കിൽ അത് മതി. ഞാൻ മതത്തിൽ വിശ്വസിക്കാത്ത ആളാണ്. മതവും ഞാനുമായി ബന്ധമില്ല, മതവും ദൈവവുമായി ബന്ധമില്ല. ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിലാണ്. റിലീജിയൻ ഈസ് ഓൾവേസ് മാൻ മെയ്ഡ്. ദൈവം ഉണ്ടാക്കുന്നത് റിലേഷൻഷിപ്പാണ്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിലൊക്കെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരാറുണ്ട്. പക്ഷേ കൈ പിടിച്ച് നടത്തുന്ന ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പ്രയാസം ഉണ്ടായിക്കോട്ടെ, അതിന് മുന്നിൽ ധൈര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അല്ലേ? നമ്മുടെ കുടുംബജീവിതത്തിൽ ആണെങ്കിൽ, നമ്മുടെ ഫാമിലി ലൈഫിലാണെങ്കിൽ, നമ്മുടെ വീട്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ, അതുപോലെ നമ്മളെ ഒന്ന് കൂടെ നയിച്ചുകൊണ്ട് പോകാൻ ഒരാളുണ്ടെങ്കിൽ, ഒരു സകലത്തെയും ഭയങ്കര സാഹിത്യ രീതിയിൽ പറഞ്ഞാൽ തൃണവൽക്കരിച്ചു കൊണ്ടൊക്കെ, പുല്ലുപോലെ ആക്കിക്കൊണ്ടൊക്കെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകും. ഇതുപോലെ കർത്താവ് നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും പ്രയാസത്തിൻ്റെ നടുവിലും നിങ്ങളെ കൈവിടാതെ അക്കരെ എത്തിക്കോളം നിങ്ങളുടെ കൂടെ നടക്കാം, അല്ലെങ്കിൽ കൂടെ ഇരിക്കാം, അല്ലെങ്കിൽ കൂടെ ചുമക്കാം എന്ന് പറഞ്ഞ ഒരുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വാസത്തോടെ ഞാനത് പറയുമ്പോൾ എനിക്കറിയാം കർത്താവ് നിങ്ങളുടെ പലരുടെയും അരികിൽ വന്നിരിക്കുന്നുണ്ട്, വന്ന് നിൽക്കുന്നുണ്ട്. കർത്താവ് എല്ലാവരെയും അതിനുവേണ്ടി അത് അനുഭവിച്ചറിയാനും അത് ജീവിതത്തിലൊരു വലിയ സാക്ഷ്യമായി തീരാനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സാധ്യമാക്കി തീർത്തിട്ടുള്ളത് നമുക്ക് ഒരു എറണാകുളത്ത് നിന്ന് രജനി നാരായണനാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിൽ ദൈവികമായ സന്തോഷവും ഐശ്വര്യമുണ്ടാകുവാൻ, മകൻ ദേവനന്ദിൻ്റെ നല്ല ആയുസ്സിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, മകൻ്റെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്കും വചന സന്ദേശത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് മെയ് 27 വെനസ്ഡേ. ഇന്നത്തെ ഫോക്കസ് വേർഡ് കണ്ടോ? ജനറേഷണൽ ഇൻഫ്ലുവൻസ് അഥവാ തലമുറകളായുള്ള സ്വാധീനം. എല്ലാവരും ടൈപ്പ് ചെയ്യുക ഇപ്പോൾ തന്നെ, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക ജനറേഷണൽ ഇൻഫ്ലുവൻസ്, തലമുറകളായുള്ള സ്വാധീനം. ഇത് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്കാണ്. നിങ്ങളത് ടൈപ്പ് ചെയ്തിടുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇന്ന ആളുകൾ ഇന്നത്തേത് കണ്ടു. അടുത്തത് ലൂക്കോസിൻ്റെ സുവിശേഷം 1:50 ഇന്നത്തെ. ലൂക്ക് 1:50 അതാണ് ഫോക്കസ് വേഴ്സ്. ഹിസ് മെർസി എക്സ്റ്റെൻഡ്സ് ടു ദോസ് ഹു ഫിയർ ഹിം ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. തലമുറയായി നിൻ്റെ കരുണ നിന്നെ ഭയപ്പെടുന്നവരിലേക്ക് വ്യാപരിക്കും. അതെൻ്റെ പരിഭാഷയാണ്. ശരിക്കുള്ള പരിഭാഷ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങളുടെ ബൈബിൾ എടുത്ത് നോക്കുക. തലമുറയായി ദൈവമേ നിൻ്റെ കരുണ നിന്നെ ഭയപ്പെടുന്നവർക്കുള്ളതാകുന്നു. തലമുറയായി. ഡെക്ലറേഷൻ നോക്കുക. മൈ ലൈഫ് പ്ലാന്റ് സീഡ്സ് ദാറ്റ് ബ്ലെസ് ജനറേഷൻസ്. മൈ ഇമ്പാക്റ്റ് ഔട്ട്ലിവ്സ് മീ. എൻ്റെ ജീവിതം അനേക തലമുറകളെ അനുഗ്രഹിക്കുവാനുള്ള വിത്തുകൾ പാകുകയാണ്. എൻ്റെ സ്വാധീനം എൻ്റെ ജീവിതത്തിനപ്പുറത്തേക്കും കടക്കുന്നു. അതാണ് ഇന്നത്തെ പ്രഖ്യാപനം. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഈ പുസ്തകത്തിൽ ഇന്നത്തെ പേജിൽ ഉണ്ട്. അതെടുത്ത് വായിച്ച് ടിക്ക് ചെയ്യുക. ജനറേഷണൽ ഇൻഫ്ലുവൻസിനെ കുറിച്ച് 4 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. ആർ യു റെഡി? നമ്പർ 1, God thinks in generations, not just moments. ദൈവം നിമിഷങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, തലമുറകളെക്കുറിച്ചാണ്. ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതല്ല ദൈവം ചെയ്യുന്നത്. ദൈവം തലമുറകൾക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പേര് തന്നെ ഈസ് എ ഗോഡ് ഓഫ് ജനറേഷൻസ്. തലമുറകളുടെ ദൈവം. എല്ലാവരും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക.
തലമുറകളുടെ ദൈവം, ഗോഡ് ഓഫ് ജനറേഷൻസ്, തലമുറകളുടെ ദൈവം. ലൂക്കോസിൻ്റെ സുവിശേഷം 1:50 നമ്മളുടെ ഇന്നത്തെ ഫോക്കസ് വേഴ്സിൽ റിവീൽസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹൃദയം അവിടെ വെളിപ്പെടുന്നുണ്ട്. എന്താണത്? ഫ്രം ജനറേഷൻ ടു ജനറേഷൻ, തലമുറയായി. God's covenant language often extends beyond one lifetime. ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഷ, ഈ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ജനറേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയും ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് കവനൻസ്. ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്. ഉടമ്പടികൾ സ്ഥാപിക്കുകയും ഉടമ്പടികൾ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഗോഡ് എസ്റ്റാബ്ലിഷസ് കവനൻസ് ആൻഡ് ഹി ഈസ് എ കവനൻറ്റ് കീപ്പിംഗ് ഗോഡ്. അത് തലമുറയായി ദൈവം ഒരു ഉടമ്പടി ചെയ്താൽ അത് മറക്കാതെ സൂക്ഷിച്ച് ഓർത്ത് തലമുറകളോട് ഡീൽ ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ കവനൻറ്റ് ലാംഗ്വേജ്, ദൈവത്തിൻ്റെ ഒരു ഉടമ്പടിയുടെ ഭാഷയുണ്ട്. അത് ഓഫ്റ്റൻ എക്സ്റ്റെൻസ് ബിയോണ്ട് വൺ ലൈഫ് ടൈം. ഒരു തലമുറയ്ക്കപ്പുറത്തേക്ക് നീളുന്നതാണ് ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഷ. ഉടമ്പടി പ്രകാരമുള്ള ഇടപെടലുകൾ. ഉൽപ്പത്തി പുസ്തകം 17:7 An everlasting covenant between me and your descendants. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ത്തിന് ശേഷം ഇങ്ങോട്ട് ഉൽപ്പത്തി പുസ്തകം മുതലേ അത് തുടങ്ങുന്നുണ്ട്. അബ്രഹാമിനോടൊരു ഉടമ്പടി ഉണ്ടാക്കുന്നു. അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമാണ് an everlasting covenant. അതൊന്ന് ടൈപ്പ് ചെയ്യാമോ? everlasting covenant. ചില കീ വേർഡ്സ് ആൻഡ് ഫ്രേസസ് എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഗോഡ് ഓഫ് ജനറേഷൻസ് ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഗോഡ് ഓഫ് ജനറേഷൻസ് അഥവാ തലമുറകളുടെ ദൈവം. എല്ലാവരും ടൈപ്പ് ചെയ്യണം കമൻറ്റ് സെക്ഷനിൽ. അതൊരു സാക്ഷ്യമാണ്. ഈ കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ ആക്ടിവിറ്റി കൊണ്ടുവരുന്നത്. അവിടെ പലർക്കും അത് വായിക്കാം. ഇത് കണ്ട ശേഷവും കാണുന്നതിനിടയിലൊക്കെ ആളുകൾ ഇങ്ങനെ കമൻസ് എടുത്ത് വായിക്കും. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം അവിടെ കാണണം. തലമുറകളുടെ ദൈവം, ഗോഡ് ഓഫ് കവനൻസ്. അപ്പോൾ തന്നെ എൻ്റെ താഴെ ടൈപ്പ് ചെയ്യുക കവനൻറ്റ് കീപ്പിംഗ് ഗോഡ്, ഉടമ്പടികൾ പാലിക്കുന്ന ദൈവം. ഒന്ന് ടൈപ്പ് ചെയ്യാം. ഈ ഉൽപ്പത്തി പുസ്തകം 17:7 An everlasting covenant between me and your descendants. നിങ്ങളുടെ തലമുറകളോട്, നിങ്ങളുടെ സന്തതി പരമ്പരകളോട് നിത്യമായ ഒരു ഉടമ്പടി ഞാൻ സ്ഥാപിക്കുന്നു. അബ്രഹാമിനോട് മാത്രമല്ല, അബ്രഹാമിൻ്റെ തലമുറകളോട് വരെ ഒരു ഉടമ്പടി. അപ്പോൾ എബ്രഹാമിക് കവനൻറ്റ് എന്ന് പറയുന്നത് എബ്രഹാം എന്ന് പറയുന്ന ഒരു പുരുഷനോട് മാത്രമുള്ളതല്ല, അതിനുശേഷമുള്ള തലമുറകൾക്കെല്ലാം ഉള്ളതാണ്. Psalm 145 verse number 4. 145 സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ one generation commends your work to another. ഒരു തലമുറ അടുത്ത തലമുറയോട് നിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ ഈ തലമുറയിൽ നിന്നുകൊണ്ട് അടുത്ത തലമുറയോട് ദൈവം ചെയ്ത പ്രവൃത്തികളെ വർണ്ണിക്കുകയാണ്. ആ തലമുറ അടുത്ത തലമുറ, ഇങ്ങനെ തലമുറയായി ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ വേണ്ടി ദൈവം അത്രയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. Deuteronomy 6 and 7 ആവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 6-7 വചനങ്ങൾ വായിക്കുമ്പോൾ ടീച്ച് ദീസ് കമാൻഡ്സ് diligently to your children. ഈ കൽപ്പനകൾ വളരെ ശ്രദ്ധാപൂർവം നിൻ്റെ മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ മക്കൾക്ക് ദൈവകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരുടെ കർത്തവ്യമാണ്. എന്നാൽ ഇന്നത്തെ തത്വം, ഇന്നത്തെ പോളിസിയൊക്കെ വേറെയാണ്. മക്കളെ ഒരു മതവും പഠിപ്പിക്കരുത്, ഒരു വിശ്വാസവും പഠിപ്പിക്കരുത്. അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവരായിട്ട് അവർക്കുള്ള മതം തിരഞ്ഞെടുക്കട്ടെ. മതമാണെങ്കിൽ അത് മതി. ഏത് മതത്തിലും വളരുമ്പോൾ എപ്പോഴെങ്കിലും തിരഞ്ഞെടുത്തോട്ടെ. ഞാൻ മതത്തിൽ വിശ്വസിക്കാത്ത ആളാണ്. മതവും ഞാനുമായി ബന്ധമില്ല. അതിന് കാരണം പറയാം, മതവും ദൈവവുമായി ബന്ധമില്ല. ദൈവത്തിന് ഒരു മതത്തിലും മെമ്പർഷിപ്പില്ല. ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിലാണ്, മതത്തിലല്ല. റിലിജൻ ഈസ് ഓൾവേസ് മാൻ മെയ്ഡ്. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാം, റിലിജൻ ഈസ് മാൻ മെയ്ഡ്. മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ് മതങ്ങൾ.
ദൈവം ഉണ്ടാക്കുന്നത് റിലേഷൻഷിപ്പാണ്. ദൈവം നമ്മളുമായി പേഴ്സണലി വ്യക്തിപരമായി ബന്ധപ്പെടാൻ ഹലോ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുമായി 1-on-1. 2 പേര് ഒരു കാപ്പിക്കടയിൽ കയറി മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഓരോ കാപ്പി മേടിച്ച് വെച്ചിട്ട് സംസാരിക്കുന്നത് പോലെ ദൈവം ഓരോ വ്യക്തിയോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിന് ദൈവത്തിന് സമയമുണ്ട്. ഗോഡ് ഈസ് നോട്ട് ബിസി. ഗോഡ് ഈസ് നോട്ട് ബിസി. ഇത്രയും 800 കോടി മനുഷ്യരിൽ 800 കോടി മനുഷ്യരോടും ഓരോരുത്തരോടായിട്ട് ദൈവത്തിന് ഇടപെടാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ദൈവം സർവ്വവ്യാപി, സർവജ്ഞാനി, സർവശക്തൻ എന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും ദൈവത്തോട് ഒരേപോലെ ഡീൽ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് സംവിധാനം. ദിസ് ഇസ് വൈ ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാണെന്ന് പറയാൻ കാര്യം അതാണ്. ഓക്കെ, അപ്പോൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-7 വചനങ്ങളിലാണ് നമ്മൾ കണ്ടത്, ഈ കൽപ്പനകളൊക്കെ നിൻ്റെ മക്കളെ പഠിപ്പിക്കണം. അതിൻ്റെ അർത്ഥം മതം തിരഞ്ഞെടുക്കാനാണെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ തിരഞ്ഞെടുത്തോട്ടെ, പക്ഷേ ദൈവത്തെ തിരഞ്ഞെടുക്കാനാണെങ്കിൽ പ്രായപൂർത്തിയാകാൻ നിൽക്കരുത്. ചെറുപ്പത്തിലേ, ചെറിയ പ്രായത്തിലേ തിരിച്ചറിവുണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തെ പാരൻസ് കൊടുക്കുക. അപ്പം മാതാപിതാക്കൾക്ക് ദൈവം ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. യഥാർത്ഥത്തിലുള്ള സത്യദൈവത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതടുത്ത തലമുറയിലേക്ക്, അതുകൊണ്ട് ദൈവം തന്നെ കൽപ്പന പറഞ്ഞു, യഹൂദന്മാർക്കേ അന്ന് സത്യദൈവത്തെ അറിയാവൂ, വേറെ ആർക്കും അറിയില്ല. ബാക്കിയുള്ളവരെല്ലാം എന്തെങ്കിലുമൊക്കെ പ്രപഞ്ച ശക്തികളെയോ അവർക്ക് തോന്നിയതുപോലെയുള്ള ദൈവങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ദൈവം വെളിപ്പെട്ടത് യഹൂദന്മാർക്കാണ്. അവരിലൂടെയാണ് നമുക്കെല്ലാവർക്കും കിട്ടിയത്. അങ്ങനെയെങ്കിൽ ആ യഹൂദന്മാരോട് ദൈവം പറയുകയാണ്, ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി, ഇനി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചിട്ട് അത് പിള്ളേരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല. സത്യദൈവത്തെ ആദ്യത്തെ കണ്ടെത്തിയ ശേഷം ആ സത്യദൈവത്തെ കാലവിളംബം കൂടാതെ മക്കൾക്ക് കൊടുക്കണം, മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. വാട്ട് യു ബിൽഡ് ടുഡേ ക്യാൻ ബ്ലെസ് ടുമോറോ. ഇന്ന് നിങ്ങൾ പണിതുയർത്തുന്നത് എന്താണോ അത് നാളെ നിങ്ങളെ അനുഗ്രഹിക്കും. ഒരാളൊരു മരം നട്ടു, മരം ഇങ്ങനെ വളർന്ന് 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 വരികയാണ്. അപ്പോൾ ഒരു ഇതൊക്കെ വലുതായി. ചില മരങ്ങളൊക്കെ വളരെ സ്ലോവിലേ വളരും, പക്ഷെ നൂറ്റാണ്ടുകൾ ആ വൃക്ഷങ്ങൾ ജീവിച്ചിരിക്കും. അപ്പോൾ ഒരു തലമുറയിൽ ഒരാളൊരു മരം നട്ടു, ആ മരം കുറച്ചൊക്കെ വലുതായി, പക്ഷേ അടുത്ത തലമുറകൾ അതിൻ്റെ ഷെയ്ഡിൽ വന്നിരിക്കും, അതിൻ്റെ തണലിൽ വന്നിരിക്കും, താഴെ വന്നിരിക്കും. തലമുറകൾ ഈ വൃക്ഷം അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലീവ് ചെയ്യുന്ന ലെഗസി, നമ്മുടെ പൈതൃകമോ എന്താണെന്ന് വെച്ചാൽ ലെഗസി ബിഗിൻസ് വിത്ത് പ്രസൻറ്റ് ഒബീഡിയൻസ്. ഇന്ന് നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ അതിൽ നിന്നാണ് അടുത്ത തലമുറകളിലേക്ക് പകരപ്പെടേണ്ട പലതും ഉണ്ടായി വരുന്നത്. നമ്മുടെ അനുസരണം ഭാവി തലമുറകളെ അനുഗ്രഹിക്കുന്നതാണ് ഈ പറയുന്നത്. നമ്പർ 2, ഇൻഫ്ലുവൻസ് ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ ഡെയിലി എക്സാമ്പിൾ. നമ്മുടെ സ്വാധീനം ദിനംതോറുമുള്ള മാതൃകയിലൂടെ, ഉദാഹരണങ്ങളിലൂടെ, നമ്മുടെ എക്സാമ്പിളിലൂടെയാണ് പകരപ്പെടുന്നത്. എന്ന് വെച്ചാൽ കുട്ടികളുടെ മേലുള്ള നമ്മുടെ സ്വാധീനം. ചിൽഡ്രൻ ആൻഡ് ഫോളോവേഴ്സ് ലേൺ നോട്ട് ഓൺലി ഫ്രം ഇൻസ്ട്രക്ഷൻ ബട്ട് ഫ്രം ഒബ്സർവേഷൻ. നമ്മൾ കുട്ടികളൊക്കെ ചൂരലോ വടിയൊക്കെ എടുത്ത് വെച്ച് പഠിപ്പിക്കും, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. വടിയൊന്നും എടുത്തില്ലെങ്കിലും ചൂണ്ടൂരൽ കൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കും കുട്ടികളെ. സോ ഈ മക്കളും അനുഗാമികളും എന്ന് വെച്ചാൽ ചിൽഡ്രൻ ആൻഡ് സ്പിരിച്വൽ ചിൽഡ്രൻ, അല്ലെങ്കിൽ ചിൽഡ്രൻ ആൻഡ് യുവർ ഡിസൈപ്പിൾസ്, ചിൽഡ്രൻ ആൻഡ് യുവർ ഫോളോവേഴ്സ് ലേൺ നോട്ട് ഓൺലി ഫ്രം ഇൻസ്ട്രക്ഷൻ. നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് മാത്രമല്ല അവർ പഠിക്കുന്നത്, ബട്ട് ഫ്രം ഒബ്സർവേഷൻ. നാം അവർ നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, നിരീക്ഷിക്കുകയാണ്. ജീവിതം എങ്ങനെയാണ്, ഇദ്ദേഹം പറയുന്നതാണോ ജീവിക്കുന്നതാണോ പറയുന്നത് എന്നൊക്കെ അവരിങ്ങനെ നമ്മളുടെ ലൈഫിനെ ഒരു എക്സാമ്പിളാക്കിയാണ്. തിമത്തി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് മദർ ആൻഡ് ഗ്രാൻഡ് മദർ. നമുക്കെല്ലാവർക്കും അറിയാം. തിമോഥെയോസ് എന്ന
പിൽക്കാലത്ത് വലിയൊരു അപ്പസ്തോലനായി തീർന്നു. അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തത്, വിശ്വാസത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തത് തൻ്റെ മാതാവും മാതാവിൻ്റെ മാതാവുമാണ്. അതുകൂടാതെ തന്നെ കൂടെ കൊണ്ട് നടന്ന് മെൻറ്റോർ ചെയ്ത തൻ്റെ ആത്മീയ പിതാവും എല്ലാമായി തീർന്ന പൗലോസിൻ്റെ ജീവിതത്തെ അദ്ദേഹം തിമോത്തിയോസ് വീക്ഷിച്ചു. അമ്മയുടേത് വീക്ഷിച്ചു, അമ്മൂമ്മയുടേത് വീക്ഷിച്ചു. അതെല്ലാം കൂടിയാണ് തന്നിലേക്ക് ഡെപ്പോസിറ്റഡായി, അല്ലെങ്കിൽ അദ്ദേഹം ക്യാരി ഫോർവേഡ് ചെയ്തത് പൗലോസിൻ്റെയും അമ്മയുടെയും ഗ്രാൻഡ് മദറിൻ്റെ ഒക്കെ ഫെയ്ത്തും ജീവിത രീതികളുമാണ്. 2 Timothy chapter 5 verse number 5, sincere faith lived first in Lois and Eunice. ആ യഥാർത്ഥ നിർവ്യാജ വിശ്വാസം നിൻ്റെ അമ്മയായ ലോയിസിലും അതുപോലെ നിൻ്റെ അമ്മൂമ്മയായ യൂനിസിലും യൂനിക്കായാലും ഉണ്ടായിരുന്നു. 1 Corinthians 11:1 ഫോളോ മൈ എക്സാമ്പിൾ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്. പൗലോസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുയായികളായിരിക്കും. ഇൻ അതർ വേർഡ്സ്, ഐ എം ഫോളോയിങ് ക്രൈസ്റ്റ്, യു ഫോളോ മീ. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നീ എന്നെ അനുഗമിക്കുക. സദൃശവാക്യങ്ങൾ 20:7 ദ റൈച്ചസ് ലീഡ് ബ്ലെയിംലെസ് ലൈവ്സ്, ബ്ലെസ്സഡ് ആർ ദെയർ ചിൽഡ്രൻ. അതായത് സദൃശവാക്യങ്ങൾ 20:7 കാണുന്നതാണ്, നീതിമാൻ നിഷ്കളങ്കനായി അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യാതെ തെറ്റില്ലാതെ അവർ ജീവിക്കുന്നു. ബ്ലെസ്ഡ് ആർ ദെയർ ചിൽഡ്രൻ, അവരുടെ മക്കൾ അനുഗ്രഹീതരാകുന്നു. അതിൻ്റെ അർത്ഥം മാതാപിതാക്കൾ ചെയ്യുന്ന വലിയ നന്മ പ്രവൃത്തികൾ, അല്ലെങ്കിൽ അവർ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നത്, ഇതൊക്കെ മക്കളെ അനുഗ്രഹിക്കും. കാരണം ദൈവം തലമുറകളുടെ ദൈവമാണ്. പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ചെയ്യുന്നത് മക്കളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. കൺസിസ്റ്റൻസി സ്പീക്സ് ലൗഡർ ദാൻ ഒക്കേഷണൽ ഇൻസ്പിറേഷൻ. നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥിരോത്സാഹം, സ്ഥിരത, അത് സ്പീക്സ് ലൗഡർ ദാൻ ഒക്കേഷണൽ ഇൻസ്പിറേഷൻ. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര പരിപാടികൾ, ചില ആൾക്ക് ഭയങ്കരമായ ആത്മീയമായ ഉണർവ്, ചില സമയങ്ങളിൽ പിന്മാറ്റത്തിൽ പോകുന്നത് പോലെ പോകുന്നു. എന്നാൽ ഇതെല്ലാം മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൺസിസ്റ്റൻസി സ്പീക്സ് ലൗഡർ ദാൻ ഒക്കേഷണൽ ഇൻസ്പിറേഷൻ. വല്ല കാലത്തും ഇങ്ങനെ ഭയങ്കരമായ ആവേശം കാണിക്കുന്നതിനേക്കാൾ വളരെ ശക്തമായ അല്ലെങ്കിൽ കൂടുതൽ ഉറക്കെ സംസാരിക്കുന്ന നമ്മുടെ നടപടികളും സ്ഥിരമായ ആത്മീയ ജീവിതവും നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥിരതയാണ് മറ്റതിനേക്കാൾ, വല്ല കാലത്തും ഭയങ്കരമായ ഉണർവ് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ മക്കളോടും അനുയായികളോടും സംസാരിക്കുന്നത്. നമ്പർ 3, mercy and reverence create lasting legacy. കരുണയും ബഹുമാനവുമാണ് നിലനിൽക്കുന്ന പൈതൃകത്തെ ഉളവാക്കുന്നത്. തന്നെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ കൂടുതൽ എക്സ്റ്റെൻഡായി ലഭിച്ചുകൊണ്ടിരിക്കും. The fear of the Lord anchors generational blessing. ദൈവത്തോടുള്ള നമ്മുടെ ഭയം, അതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ തലമുറകളായുള്ള അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നത്. 2 തരത്തിൽ ജനറേഷനായിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മുടെ മേലുണ്ട്. ഒന്ന് തലമുറകളായുള്ള ശാപങ്ങൾ, എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ, ജനറേഷണൽ കേഴ്സസ്. 2 ജനറേഷണൽ ബ്ലെസ്സിങ്സ്, തലമുറകളായുള്ള അനുഗ്രഹങ്ങൾ. അത് രണ്ടും ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ജനറേഷണൽ കേഴ്സസ്, ജനറേഷണൽ ബ്ലെസ്സിങ്സ്. ഇത് രണ്ടുമുണ്ട്. പല കുടുംബങ്ങളിലും കുട്ടികൾ ജനിക്കുന്നത് ശാപങ്ങളിലേക്കാണ്. അവരുടെ പിതാക്കന്മാർ തുടങ്ങിയുള്ള ശാപങ്ങളിലാണ് ജനിച്ചു വീഴുന്നത്. എന്നാൽ അവരിൽ ചിലർ ആ ശാപങ്ങളെ ബ്രേക്ക് ചെയ്ത്, കാൽവരി ക്രൂശ് നിമിത്തം, യേശു നിമിത്തം ബ്രേക്ക് ചെയ്ത് പുറത്തു വരുമ്പോൾ അവിടെ മുതൽ അവർ നിലനിന്നാൽ തലമുറകളായുള്ള അനുഗ്രഹങ്ങൾ അടുത്ത തലമുറകളിലേക്ക് വന്നു ചേരും. ചില വചനങ്ങൾ തന്നാൽ പെട്ടെന്ന് എഴുതിയെടുക്കുകയും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുകയും ചെയ്യണം. സാം 112 verses 1 and 2. സങ്കീർത്തനങ്ങൾ 112:1-2 വചനങ്ങളിൽ, ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഫിയർ ദ ലോർഡ്, their children will be mighty in the Lord. ദൈവത്തെ ഭയപ്പെടുന്ന പുരുഷൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. സദൃശവാക്യങ്ങൾ 14:26. Whoever fears the Lord has a secure fortress, and for their children it will be a refuge.
സോ ദൈവത്തെ ഭയപ്പെടുന്നവർ, അവർക്ക് സുരക്ഷിതമായ ഒരു കോട്ട അവരുടെ ചുറ്റിലുമുണ്ട്. അവർ സുരക്ഷിതരായിരിക്കും. കൂടാതെ ആൻഡ് ദെയർ ചിൽഡ്രൻ വിൽ ബി, ഫോർ ദെയർ ചിൽഡ്രൻ ഇറ്റ് വിൽ ബി എ ബ്ലെസ്സിങ്. അവരുടെ മക്കൾക്കും അതൊരു വലിയ അഭയകേന്ദ്രമായിരിക്കും. ദൈവഭയം. എക്സഡസ് 20:6 നോക്കാമോ? പുറപ്പാട് ദിവസം 20:6 ഷോയിങ് ലവ് ടു 1,000 ജനറേഷൻസ് ഓഫ് ദോസ് ഹൂ ലവ് മീ. എന്നെ സ്നേഹിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും, അല്ലെങ്കിൽ സ്നേഹം കാണിക്കും എന്ന് കർത്താവ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. റെഫറൻസ് ഫോർ ഗോഡ് ക്രിയേറ്റ്സ് സ്റ്റെബിലിറ്റി ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. ഇന്നത്തെ തലമുറയിൽ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്താൽ ഇറ്റ് ക്രിയേറ്റ്സ് സ്റ്റെബിലിറ്റി ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവി തലമുറകൾക്ക് അതൊരു വലിയ സ്ഥിരതയായിരിക്കും, സ്ട്രെങ്ത് ആയിരിക്കും. നമ്പർ 4, യുവർ ലൈഫ് ക്യാൻ ഔട്ട്ലിവ് യുവർ ലൈഫ് ടൈം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ ജീവിതകാലത്തെ അതിജീവിക്കാൻ കഴിയും. എത്രത്തോളം മനസ്സിലായി നിറഞ്ഞുകൂടാ, പക്ഷേ ടൈപ്പ് ചെയ്തിടുക. യുവർ ലൈഫ് ക്യാൻ ഔട്ട്ലിവ് യുവർ ലൈഫ് ടൈം. നിങ്ങളുടെ ജീവിതകാലത്തെ നിങ്ങളുടെ ജീവിതത്തിന് അതിജീവിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ നിങ്ങൾ മരിച്ചാലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. എങ്ങനെ? എ ഗോഡ്ലി ലെഗസി കണ്ടിന്യൂസ് സ്പീക്കിംഗ് ആഫ്റ്റർ ഡെത്ത്. ഒരു ദൈവികമായ പൈതൃകം ഒരാൾക്കുണ്ടെങ്കിൽ അത് മരണശേഷവും സംസാരിച്ചുകൊണ്ടിരിക്കും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പൊക്കെ മരിച്ചുപോയ പലരെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും നമ്മുടെ മേലുണ്ട്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, നെൽസൺ മണ്ടേലയെക്കുറിച്ച് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, മദർ തെരേസയെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നില്ലേ? പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മളിപ്പോഴും സംസാരിക്കുന്നില്ലേ? ദാവീദിനെക്കുറിച്ച് സംസാരിക്കുന്നു, ബൈബിളിലെ പല ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. അവരുടെ ജീവിതകാലം തീർന്നു, പക്ഷേ അവരുടെ ജീവിതം തീർന്നിട്ടില്ല. ഇപ്പോഴും അവരിവിടെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏബിൾ സ്റ്റിൽ സ്പീക്സ് ബൈ ഫെയ്ത്ത്. ബൈബിൾ പറയുന്നത് ഹാബേലിൻ്റെ രക്തം ഇപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡേവിഡ് ഷേപ്ഡ് വർഷിപ്പ് ജനറേഷൻസ് ലേറ്റർ. ദാവീദിൻ്റെ കൂടാരം എന്നൊരു കൂടാരം ഉണ്ടായിരുന്നു. അവിടെയുള്ള തൻ്റെ ഫ്രീ വർഷിപ്പ് സ്റ്റൈലാണ് ഇന്ന് പുതിയ നിയമത്തിൽ നമ്മൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോൾസ് ലെറ്റേഴ്സ് സ്റ്റിൽ ഡിസൈപ്പിൾ ദ ചർച്ച്. പൗലോസ് അന്നത്തെ സഭകൾക്കെഴുതിയ, ആ തലമുറയിലെ സഭകൾക്കെഴുതിയ ലെറ്ററുകൾ ആണ് ഇന്നത്തെ തലമുറയിലും ആളുകളെ ശിഷ്യത്വത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. Can you just imagine? Can you just think about that? എബ്രായ ലേഖനം 11:4 ദോ ഡെഡ് ഏബിൾ സ്റ്റിൽ സ്പീക്സ്. അവൻ മരിച്ചുപോയെങ്കിലും ഹാബേൽ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണാം. മരിച്ചുപോയ ആളുകൾ ഇന്ന് സംസാരിക്കുന്നു. വാട്ട്? അതെ, അവരുടെ ലെഗസി, അവരുടെ ഇൻഫ്ലുവൻസ്, അവരുടെ ഓർമ്മകൾ, അവരുടെ ടീച്ചിങ്സൊക്കെ ഇന്നും ജീവിക്കുന്നു. 78-ാം സങ്കീർത്തനത്തിൻ്റെ 6-7 വചനങ്ങളിൽ ടീച്ച് ദ നെക്സ്റ്റ് ജനറേഷൻ സോ ദേ പുട്ട് ദെയർ ട്രസ്റ്റ് ഇൻ ഗോഡ്. അടുത്ത തലമുറ അവർ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് അഥവാ വിശ്വസിക്കേണ്ടതിന് അവരെ പഠിപ്പിക്കുവിൻ. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ റീച്ച് ഓഫ് എ ഫെയ്ത്ത്ഫുൾ ലൈഫ്. ഒരു ശരിയായ രീതിയിൽ ജീവിച്ച ഒരു ജീവിതത്തിൻ്റെ റീച്ച് എത്രയാണെന്നുള്ളത് ഒരിക്കലും അതിനെ വില കുറച്ച് കാണരുത്. എത്ര വേണേലും അതിനെ റീച്ച് ഔട്ട് ചെയ്യാൻ കഴിയും. ഇൻഫ്ലുവൻസ് മൾട്ടിപ്ലൈസ് വെൻ പാസ്ഡ് ഫോർവേഡ്. മുന്നിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മുന്നേറുമ്പോഴാണ് നമ്മുടെ സ്വാധീനം വർദ്ധിക്കുന്നത്. മുന്നേറ്റത്തിലാണ് സ്വാധീനം വർദ്ധിക്കുന്നത്, മുന്നേറ്റത്തിലാണ്. അപ്പോൾ എത്ര പേർക്ക് താല്പര്യമുണ്ട്? നമ്മൾ ഒരു ദിവസം ഇവിടുന്ന് പോകും, പക്ഷേ നമ്മുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ തലമുറകളിലേക്ക് പോയേ പറ്റൂ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് തലമുറ തലമുറയായി അവൻ വിശ്വസ്തനാണ്, തലമുറ തലമുറയായി അവൻ സ്നേഹിക്കുന്നു, തലമുറ തലമുറയായി അവൻ കരുണ നൽകുന്നു, തലമുറ തലമുറയായി സകലരെയും അവൻ സ്നേഹിക്കുന്നു, വീണ്ടെടുക്കുന്നു. സോ നമ്മുടെ പാർട്ട് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയുള്ളത് നമ്മൾ ചെയ്യണം. കൈകൾ നീട്ടണം. കർത്താവേ, ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തൊണ്ടയ്ക്ക് പുറത്തും അകത്തുമുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ഫൈൽസ് രോഗം സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. അബ്ഡോമിനൽ പ്രോബ്ലം സൗഖ്യമാകട്ടെ. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്.
നിങ്ങൾ കൈകൾ രണ്ടും നീട്ടിപ്പിടിക്കുക. കർത്താവ് ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാം പ്രാർത്ഥിക്കുന്നതിനെല്ലാം കർത്താവ് കൈനീട്ടി മറുപടി നൽകണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എല്ലാവരും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വേണ്ടി കാണാം. ബൈ.